മലപ്പുറത്ത് കാണാതായ വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം ഊർജിതം. വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. ഈ കാണുന്ന ചുവന്ന വട്ടത്തിലുള്ള ആളാണ് വിഷ്ണുജിത്ത്. അദ്ദേഹം തന്റെ വിവാഹത്തിന് ശേഷം കുറച്ച് പണം അത് സംഘടിപ്പിക്കാനായി നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് പോവുകയായിരുന്നു. 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോഴും വിഷ്ണുജിത്തിനെ കുറിച്ച് ധാരണയില്ല. ഒരു KSRTC ബസ്സിൽ വിഷ്ണുജിത്ത് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. അനുമോദ്, ദുരൂഹമായ ഒരു കാണാതാകലാണ്. എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. അതിന് 4 ദിവസം മുൻപാണ് ഈ ഒരു വിവാഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പണം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി അദ്ദേഹം പാലക്കാട് പോയത്. അദ്ദേഹം കഞ്ചിക്കാടാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഒരു കേക്ക് ഫാക്ടറിയിലാണ്. സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഈ 1 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. കൂടുതൽ പണം സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശവുമായിട്ടാണ് അദ്ദേഹം പാലക്കാട് പോയതെന്നാണ് കുടുംബം പറയുന്നത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻസ് എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ കഞ്ചിക്കോട് പരിസരത്ത് വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ച് മലപ്പുറം DYSP സംഘവും അവിടെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു, അദ്ദേഹത്തിന്റെ പ്രദർശിത വധുവിന്റെ മൊഴിയെടുത്തു. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇയാൾ മാറി നിൽക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത ഈ ഒരു കാണാതാവലിന് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹം രാവിലെ 4-ാം തീയതി പാലക്കാട് എത്തിയതിന്റെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ മലപ്പുറം DYSP നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. വിഷ്ണുജിത്തിനായുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. പാലക്കാട് DYSP നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.